അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലും പ്രാണനിലും അവൻ കഷ്ടം സഹിച്ചു. മത്തായിയുടെ സുവിശേഷം 27:45-46 ഒന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 45-46. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. 6 മണി മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഈ 3 മണിക്കൂർ 6 മണി മുതൽ 9 മണി വരെ, അഥവാ നമ്മുടെ 12 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ ഭൂമിയിലെല്ലാം വലിയ ഇരുട്ടുണ്ടായി. ആ ഇരുട്ടുണ്ടായ സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് സങ്കീർത്തനത്തിലും പുതിയ നിയമത്തിലും കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ഒന്നു ചേർന്ന് നമുക്ക് വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകാൻ കഴിയും. അതിന് 16-ാം സങ്കീർത്തന 10-ാം വാക്യം വായിച്ചാണ്. 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇനി 18-ന്റെ 4 മുതൽ 6 വരെ വായിച്ചാണ്. 18-ാം സങ്കീർത്തനത്തിന്റെ 4 മുതൽ 6 വരെ. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. കണികളും എന്നെ തുടർന്ന് പിടിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടക്കുമ്പോൾ അവൻ എങ്ങനെ കിടക്കുന്നു? നമ്മുടെ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഗത്സമന തോട്ടത്തിൽ പ്രവേശിക്കുന്നത് വരെ തന്നിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ വസിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഗത്സമന തോട്ടത്തിലേക്ക് ഒടുവിലത്തെ അത്താഴം കഴിഞ്ഞ ശേഷം കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. കർത്താവ് ഒരു പ്രാവശ്യം മാത്രമേ ശിഷ്യന്മാരുടെ സഹായം ആവശ്യപ്പെട്ടുള്ളൂ. അത് ഗത്സമന തോട്ടത്തിൽ വെച്ചാണ്. എന്നോടുകൂടെ അല്പനേരം പ്രാർത്ഥിപ്പീൻ. അത് കഴിഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരെ വിട്ടിട്ട് അല്പം മുൻപോട്ട് പോയി മുട്ടിന്മേൽ കിടന്നുകൊണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. വന്ന് ശിഷ്യന്മാരെ നോക്കിയപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു. 2ാമത് പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. 3ാമത് പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടിയില്ല. താൻ എന്ത് ചെയ്തു? പിതാവേ നിന്റെ ഇഷ്ടം നിവർത്തിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ സമയം മുതൽ തന്നിൽ നിന്ന് ദൈവത്വം മാറി. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ചാട്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7 മുതൽ 6 മുതൽ വായിച്ച. മലയാളത്തിൽ 6 മുതൽ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിഞ്ഞു വെച്ച് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു. 1 തിമോത്തിയോസ് 2:4 മുതൽ 6 വരെ വായിച്ചാണ്. 1 തിമോത്തിയോസ് 2:4 മുതൽ 6 വരെ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു. അവളുടെ അത് ഗ്രീക്കിൽ നോക്കുമ്പോൾ ആന്ത്രോപോസ്, ഹ്യൂമൻ ബീയിങ്, മനുഷ്യനായ ക്രിസ്തു യേശു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ എന്റെയും നിങ്ങളുടെയും പാപം ആക്കുമ്പോൾ അവൻ ദൈവപുത്രന്റെ ആ ശക്തിയിലല്ല, ഒരു പൂർണ്ണ മനുഷ്യനായി മാത്രം
ദൈവത്വത്തിന്മേൽ പാപം അല്പം പോലും വയ്ക്കുവാൻ കഴിയുകയില്ല, പരിശുദ്ധനായ ദൈവം. അപ്പോൾ കർത്താവായ യേശുവിന്റെ മേൽ പാപം മുഴുവനും ആക്കി വെച്ചപ്പോൾ ആ 6 മണി മുതൽ 9 മണി നേരം വരെ മരണദൂതന് അവന്റെ മേൽ അവകാശമുണ്ടായി, പാതാളത്തിന് അവന്റെ മേൽ അവകാശമുണ്ടായി. നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ മേൽ മരണദൂതൻ എങ്ങനെ അവകാശം ഉണ്ടാകുന്നുവോ അതുപോലെ ദൈവത്തിന്റെ പുത്രൻ തന്റെ ദൈവത്വം മാറ്റിവെച്ചപ്പോൾ മരണദൂതന്റെ കയറുകൾ അവന്റെ മേൽ വരാൻ തുടങ്ങി, പാതാളത്തിന്റെ കയറുകൾ അവന്റെ മേൽ വരാൻ തുടങ്ങി. അവനെ ആ ക്രൂശിൽ അവന്റെ ശരീരം കിടക്കുമ്പോൾ അവന്റെ ആത്മാവിനെയും പ്രാണനെയും യാതനാസ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെയും പ്രാണനെയും എന്തുകൊണ്ട് ദൈവത്വം മാറ്റിവെച്ചിരിക്കുകയാണ്. സാധാരണ മനുഷ്യനായി നമ്മുടെ പാപം. ഇതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 5:7 മുതൽ 9 വരെ എന്ന് വായിച്ചാൽ, എബ്രായ ലേഖനം 5:7 മുതൽ 9 വരെ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം എന്ത് ചെയ്തു? ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഗത്സമന തോട്ടത്തിൽ വെച്ച് താൻ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി ലഭിച്ചില്ല. അതാള യാതനാ സ്ഥലത്ത് കർത്താവ് ലാസറിന്റെയും ധനികന്റെയും കാര്യം പറയുന്നു. ആ ധനികൻ ആ യാതനാ സ്ഥലത്ത് വെന്തുരുകിയതുപോലെ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്ന കർത്താവായ യേശു ക്രിസ്തു അതേ പാതാളത്തിൽ അവന്റെ ആത്മാവും പ്രാണനും പോയി വെന്തുരുക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവിടുന്ന് കരയുന്നത്. 116 സങ്കീർത്തനത്തിലെ 18 സങ്കീർത്തനം 4-6 ഒന്നുകൂടെ വായിച്ചാട്ടെ. 18 സങ്കീർത്തനം 4-6. മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടത വെറും ശരീരത്തിൽ മാത്രമല്ല. ഈ ശരീരത്തിൽ കർത്താവ് സഹിച്ചത് അത് മാത്രമേ ഉള്ളെങ്കിൽ എത്രയോ പേര് കർത്താവ് സഹിച്ചതിനേക്കാൾ കൂടുതൽ കഷ്ടങ്ങൾ സഹിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നോക്കുമ്പോൾ യേശു ഒരു പ്രാവശ്യം മാത്രമേ ചാട്ടവാർ കൊണ്ട് അടികൊണ്ടുള്ളൂ. പൗലോസ് 5 പ്രാവശ്യം അടികൊണ്ടു. 1 × 40. 3 പ്രാവശ്യം വടികൊണ്ട് അടിയേറ്റു. 1 പ്രാവശ്യം കല്ലേറ് കൊണ്ടിട്ട് താൻ മരിച്ചവനെ പോലെ തന്നെ വലിച്ചിഴച്ച് ലിസ്ത്രായിൽ ആ സംഭവം ഉണ്ടായി. വെളിയിൽ കൊണ്ടിട്ടു, പാളയത്തിന് പുറത്ത് പട്ടണത്തിന് വെളിയിൽ കൊണ്ടിട്ടപ്പോൾ വിശുദ്ധന്മാർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് ജീവൻ ഉണ്ടാകുവാനിടയായി. എത്രയോ രക്തസാക്ഷികൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സിഖ് മതത്തിലുള്ള, നിങ്ങൾ സിഖ് മതത്തിന്റെ ചരിത്രം നോക്കിയാൽ നമ്മുടെ കർത്താവ് കഷ്ടപ്പെട്ടതിന്റെ എത്രയോ, ശരീരത്തിൽ കഷ്ടപ്പെട്ടതിന്റെ എത്രയോ മടങ്ങ് കൂടുതൽ സിഖ് മതത്തിലുള്ള ഗുരുക്കന്മാരിൽ പലരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചരിത്രം, ഇന്നും അത് ചരിത്രമുണ്ട്, അത് കഥയല്ല. അവരുടെ നിങ്ങൾ അമൃത്സറിൽ ചെന്നാൽ അതിൻ്റെ എല്ലാ ഡേറ്റ് സഹിതം എല്ലാം പടങ്ങൾ വരച്ച് ഡേറ്റ് സഹിതം വെച്ചിട്ടുണ്ട്. മുസ്ലിം ചക്രവർത്തിമാരാൽ ഓരോരുത്തരെ നിർത്തി ഇപ്പുറത്തും അപ്പുറത്തും തടി കെട്ടിട്ട് അവരെ
വാളുകൊണ്ട് അറുത്തു, തലയിൽ നിന്ന് കീപ്പോട്ട് അറുത്ത് 2 കഷണമാക്കി, കഷ്ണങ്ങളായിട്ട് മുറിച്ചു. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവാകട്ടെ ശരീരത്തിൽ കഷ്ണമേൽക്കുന്നത് മാത്രമല്ല, തൻ്റെ ആത്മാവിൻ്റെയും പ്രാണന്റെ മേലും പാപമാക്കപ്പെട്ടപ്പോൾ സാത്താൻ അവൻ്റെ മേൽ അവകാശമുണ്ടായി. അതുകൊണ്ടാണ് എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്, എനിക്കൊരു ശരീരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ വായിച്ച 5-ാം വാക്യം. എബ്രായലേഖനം 10-ന്റെ 5 വായിച്ചാട്ടെ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, ഹനനയാഗവും വഴിപാട് ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിൽ നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അധോലോകത്തിൽ ആ യാതനാ സ്ഥലത്ത് മരണത്തിന്റെ ദൂതൻ, പാതാളത്തിന്റെ ദൂതന്മാർ, അവനെ, സാത്താന്റെ ആളുകൾ അവന്റെ ആത്മാവിനെയും പ്രാണനെയും പിടിച്ചുകൊണ്ടുപോയി. ആ കഷ്ടതയിൽ കർത്താവ് കഷ്ടപ്പെട്ടു. ഇത് അറിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് കർത്താവിൻ്റെ വേലയിൽ കൂടുതൽ ധൈര്യവും കൂടുതൽ ബലവും കൂടുതൽ ഉന്മേഷവും ഉണ്ടായത്. അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സിഖുകാരുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ ധൈര്യമായി പ്രസംഗിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഗുരുക്കന്മാർ ആരും അധോലോകത്തിൽ പോയിട്ടില്ല, ഒരു നബിമാരും പോയിട്ടില്ല, പൗലോസിന് പോകുവാൻ ഇടയായില്ല. ഒരൊറ്റയാൾ മാത്രം പോയി, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ്റെ ആത്മാവും പ്രാണനും അധോലോകത്തിൽ പോയി വളരെ വേദന അനുഭവിച്ചു. അതുകൊണ്ടാണ്, അതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. വീണ്ടും എബ്രായലേഖനം 5-ാം അധ്യായം 7 മുതൽ ഒന്നുകൂടെ വായിച്ചാട്ടെ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷ കഴിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ കർത്താവ് മരണത്തെ അല്ലെങ്കിൽ ക്രൂശിലെ ഈ ശിക്ഷയെ ഇത്രമാത്രം ഭയപ്പെടുന്നവനാണെന്ന്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൽ അടി കൊണ്ടപ്പോൾ ആ വേദന കൊണ്ട് കർത്താവ് ഭാരപ്പെടുന്നവനാണ് ചിന്തിക്കരുത്. എന്നെ എത്ര പ്രാവശ്യം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അന്ന് ഒരിക്കൽ പോലും കരഞ്ഞ അനുഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അടിച്ച് താഴെയിട്ട് എത്രമാത്രം ആളുകൾ, 15 പ്രാവശ്യം ഞാൻ നിർദ്ദയമായി ഉപദ്രവിക്കപ്പെട്ടിട്ട്, 1-2 പ്രാവശ്യമല്ല. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് തന്നെ അത്ഭുതമാണ്. അത്ര കഠിനമായ രീതിയിൽ ഞാൻ ഉപദ്രവിക്കപ്പെട്ട ആളാണ്. എന്നാൽ അന്ന് അങ്ങനെ ഉപദ്രവിക്കപ്പെടുമ്പോഴും എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുമ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. കർത്താവ് എനിക്ക് സഹിപ്പാൻ കൃപ തന്നു. എന്നാൽ നമ്മുടെ കർത്താവ് എല്ലാവരേക്കാളും കൂടുതലായി എൻ്റെ ആത്മാവും പ്രാണനും അധോലോകത്തിലേക്ക് പോകത്തക്കവണ്ണം നമ്മുടെ പാപങ്ങൾ, അതെന്തുകൊണ്ടാണ് പോയത്? അതിനാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. അവൻ ആക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അധോലോകത്തിന് അവൻ്റെ മേൽ യാതൊരു അവകാശവും ഇല്ലായിരുന്നു. അവനങ്ങനെ പാപം ആക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ മരണത്തിന് അവൻ്റെ മേൽ യാതൊരു അവകാശവും ഇല്ലായിരുന്നു. എൻ്റെയും നിന്റെയും പാപം അവൻ്റെ മേൽ വെച്ചപ്പോൾ, അവൻ പാപം ആക്കപ്പെട്ടപ്പോൾ, അവൻ്റെ ദൈവത്വത്തിൽ നിന്ന് ദൈവത്വം മാറ്റി അവൻ തന്നെത്താനെ ശൂന്യമാക്കിയപ്പോൾ, ഇതാ മരണദൂതനും അവൻ്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് വരികയാണ്. സാത്താൻ അവൻ്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് വരികയാണ്. അവൻ പാപം ഒന്നും ചെയ്തില്ല. അത് പൗലോസ് എഴുതിയിരിക്കുന്നത്, പാപം ചെയ്യാതിരിക്കെ അവൻ നമുക്ക് വേണ്ടി പാപം
ആക്കപ്പെട്ടു. ആ കർത്താവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യേക ശരീരത്തിൽ ആ വേദനയിൽ, ആ അധോലോകത്തുള്ളതായ ആ വേദന സഹിച്ചുകൊണ്ട് കർത്താവ് എത്ര നേരം കിടന്നു? 3 മണിക്കൂറിനുള്ളിൽ ഈ സംഭവം നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 മണിക്കൂറിനുള്ളിൽ. അത് കഴിഞ്ഞ് കർത്താവ് അവിടെ നിന്ന് വിളിച്ചപ്പോൾ ദൈവം അവനെ വിടുവിച്ചു. വീണ്ടും ആ ശരീരത്തിൽ വന്നിട്ട്, ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞു. അതിനോടുകൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണല്ലോ, ലൂക്കോസ് സുവിശേഷം 23:44 മുതൽ 46 വരെ വായിച്ചാൽ. ലൂക്കോസ് 23:44 മുതൽ 46 വരെ. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തെ 23:44 മുതൽ 46 വരെ. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി നേരം വരെ ദേശമൊക്കെയും അന്ധകാരം ഉണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവെ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഇതിനു മുൻപ് ചില കാര്യങ്ങൾ ഒന്നിച്ച് നടന്ന് നിങ്ങൾ ഓർക്കണം. അത് മത്തായിയുടെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷം എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുമ്പോൾ കർത്താവ് അധോലോകത്തിൽ പോയി ശിക്ഷയെ അനുഭവിച്ച ശേഷം മടങ്ങി വന്നിട്ട് കർത്താവ് പറയുന്നു, സകലവും സമാപ്തിയായി. മലയാളത്തിൽ എന്താ? സകലതും നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിന്റെയും പ്രാണന്റെയും ശരീരത്തിന്റെയും വില മുഴുവനും കൊടുത്തു കഴിഞ്ഞു. ആത്മാവിന്റെയും പ്രാണന്റെയും ശരീരത്തിന്റെ വില കർത്താവ് ക്രൂശിൽ, ഗത്സമന തോട്ടത്തിൽ മുതൽ ക്രൂശിൽ വരെ കൊടുത്തു. ആത്മാവും പ്രാണനും വെന്തുരുക്കപ്പെട്ടു. അതിനുശേഷമാണ് കർത്താവ് പറയുന്നത് സകലതും സമാപ്തിയായി എന്ന് പറഞ്ഞ ശേഷം കർത്താവ് തന്റെ പ്രാണനെ പിതാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-18 വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-18. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എതിർത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. കർത്താവ് പറയുന്നു, എന്റെ പ്രാണനെ എനിക്ക് കൊടുപ്പാനും തിരിയെടുപ്പാനുണ്ട്. കർത്താവ് ഈ അഗ്നിയിൽ യാതന സ്ഥലത്ത് സഹിച്ച് മടങ്ങി വന്നതിന് ശേഷം സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞിട്ട് കർത്താവ് തന്റെ പ്രാണനെ ആരെ ഏൽപ്പിക്കുകയാണ്? പിതാവിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം തന്റെ പ്രാണനെ വിട്ടു. പിന്നെ അപ്പോൾ അരിമത്തിയായ യോസഫ് വന്നു. തന്റെ ശരീരം അവരെടുത്ത് കല്ലറയിൽ അടക്കി. കല്ലറയിൽ അടക്കിയപ്പോൾ വീണ്ടും താൻ അധോലോകത്തിലേക്ക് പോകുന്ന സംഭവം ഉണ്ടായി. അത് പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചാട്ട്. 1 പത്രോസ് 3:18 മുതൽ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹിയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇവിടെ നാം വായിക്കുന്നു, കർത്താവിന്റെ ശരീരം അവരിറക്കി കല്ലറയിൽ വെച്ചപ്പോൾ താൻ ആത്മാവിൽ ബലപ്പെട്ട് ശത്രുവിന്റെ തലയെ തകർക്കുവാൻ 1 യോഹന്നാൻ 3:8 വായിച്ചാൽ. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ, ഇംഗ്ലീഷിൽ the son of God was manifest to destroy the works of the enemy. സാത്താന്റെ പ്രവൃത്തികളെ തകർക്കുവാൻ. അപ്പോൾ കർത്താവ് സകലരുടെ വിലയും കൊടുത്ത ശേഷം ആത്മാവിൽ അതിനുവേണ്ടി അധോലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 4:8-9 കൂടി എഴുതിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4:8-9. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ല. കയറി എന്ന് പറയുന്നവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു? ഇറങ്ങി.
അപ്പോൾ നമ്മുടെ കർത്താവ് ആത്മാവിൽ ബലപ്പെട്ടവനായി ചെന്ന് അന്ന് വിശ്രമസ്ഥലത്ത് വിശ്രമിക്കുന്ന സകല വിശുദ്ധന്മാരെയും വിടുവിച്ചു. അത് വിടുവിക്കാനുള്ള കാരണം എന്താണ്? അതിനു മുൻപേ അവൻ വില കിട്ടിവെച്ചിട്ട് സാത്താന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവൻ ഏറ്റുവാങ്ങി. അതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-19 വായിച്ചാൽ 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് ആത്മാവിൽ ബലപ്പെട്ട് ആ പഴയ നിയമ വിശുദ്ധന്മാർ ആ ക്രൂശിൽ വെച്ച് കർത്താവിനെ സ്വീകരിച്ചത് ആ കള്ളൻ പോലും അവനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലിരിക്കും. ആ ഭൂമിക്കടിയിലുള്ള പർദീസായിൽ കർത്താവ് ഇറങ്ങിച്ചെന്നു. ധനവാന്റെയും ലാസറിന്റെയും കാര്യം പറയുമ്പോൾ ലാസർ ആ പർദീസായിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സ്ഥലത്ത് ഇറങ്ങിച്ചെന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവിടെയുള്ള സകലരെയും വിടുവിച്ചു. അവിടെ സുവിശേഷം എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് എന്താ ഗുഡ് ന്യൂസ്? യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ, ഇതാ ഞാൻ നിങ്ങളെ വിടുവിപ്പാൻ വന്നിരിക്കുന്നു, നിങ്ങളുടെ വില ഞാൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് കർത്താവ് അവരുടെ സകലരുടെയും ആത്മാക്കളെയും കൊണ്ട് കർത്താവ് മടങ്ങി വന്നു. ആ സമയത്ത് കർത്താവിന്റെ ശരീരം കല്ലറയിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം തന്റെ ശരീരം 3 ആണിയുടെ മേൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ വേകുന്ന യാതനാസ്ഥലത്ത് മരണത്തിന്റെയും പാതാളത്തിന്റെയും കയറുകളാൽ വലിക്കപ്പെട്ട് താൻ പോയി. അവിടെ കിടന്ന് താൻ നിലവിളിച്ചു. തന്റെ പ്രാർത്ഥന കേട്ടു. താൻ മടങ്ങി വന്നു, വില മുഴുവനും കൊടുത്തു, സകലതും തീർത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് താൻ എന്ത് ചെയ്യാണ്? തന്റെ ശരീരത്തിൽ വിട്ടുപോയി കഴിയുമ്പോൾ ആത്മാവിൽ താൻ ഇറങ്ങി അധോലോകത്തിലിറങ്ങി സകല വിശുദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് വീണ്ടും 3-ാം ദിവസം ആയപ്പോൾ കല്ലറയുടെ അടുക്കൽ വന്നു. കല്ലറയിൽ വന്നപ്പോൾ അവിടുത്തെ സൈന്യം അവരുടെ കല്ലറയെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റോമ ഒരു വലിയ കല്ലതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ റോമാക്കാരുടെ മുദ്രയും അതിൻ്റെ മേലുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് തൻ്റെ ആത്മാവിൽ അതേ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് ഭൂമിക്ക് മനസ്സിലായി, എൻ്റെ സൃഷ്ടിതാവ് വന്നു. ഭൂമിക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഭൂമി കുലുക്കമുണ്ടായി, കല്ല് തെറിച്ചുപോയി. നമ്മുടെ കർത്താവ് ജീവനുള്ളവനായി ഉയർത്തെഴുന്നേറ്റ ശേഷം അപ്പോൾ ശിഷ്യന്മാർ വന്നു, മറിയ ഓടി വന്നു, മഗ്ദലിനി മറിയയുടെ കൂടെ മറ്റു സഹോദരിമാരും വന്നു. എന്നാൽ അവരെല്ലാം തിരികെ പോയപ്പോൾ മഗ്ദലിനി മറിയ അവിടെ തന്നെ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ വിചാരിച്ചു തോട്ടത്തിൽ നിൽക്കുന്ന തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് പറഞ്ഞു, നീയാണ് അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ എനിക്ക് തരിക. അപ്പോൾ കർത്താവ് മറിയേ എന്നവളെ വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന കർത്താവല്ലാതെ മറ്റാരുമല്ല. ഓടിച്ചെന്ന് അവൻ്റെ കാല് ചുംബിക്കുവാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ തുടരുത്. കാരണം എന്താണ്? അന്ന് നമ്മുടെ കർത്താവിനോടുകൂടെ ആദാം മുതൽ അബ്രഹാം മുതൽ നോഹ മുതൽ സകല വിശുദ്ധന്മാരും അവരുടെ ആത്മീയ ശരീരത്തിൽ യേശുവിനോടുകൂടെ നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരന്മാരോട് പറയാം, എൻ്റെ പിതാവിൻ്റെയും അവരുടെ പിതാവിൻ്റെയും അടുക്കിലേക്ക് കടങ്ങിപ്പോകുന്നു. അതിനുശേഷം കർത്താവ് അവരെ സ്വർഗസ്ഥലങ്ങളിൽ സ്വർഗീയ പർദീസയിലാക്കിയ ശേഷം കർത്താവ് കുറച്ച് മണിക്കൂറിനുള്ളിൽ തിരികെ വന്നു. എമ്മോസുള്ള ശിഷ്യന്മാരോടുകൂടെ അവൻ നടന്നുപോയി. അതുകൂടാതെ നമുക്കറിയാമല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം, തോമസ് പറഞ്ഞു, കർത്താവ് ഉയർത്തെടുത്ത് പറഞ്ഞപ്പോൾ തോമസ് വിശ്വസിച്ചില്ല. ഞാൻ അവൻ്റെ ആണിപ്പഴുതുകളിൽ കൈയിടാതെ ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, വന്ന് എന്നെ തൊട്ടു നോക്ക്. അപ്പോൾ നമ്മുടെ കർത്താവ് രഹസ്യമായി സകല വിശുദ്ധന്മാരെയും സ്വർഗീയ പർദീസായിൽ കൊണ്ടാക്കിയിട്ട് മടങ്ങി വന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് 2 പ്രാവശ്യം അധോലോകത്തിലേക്ക് ഇറങ്ങി. അത് വചനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ശരിയായി കണക്ട് ചെയ്ത് നോക്കുമ്പോഴേ അത് മനസ്സിലാകുള്ളൂ. പത്രോസും അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. പത്രോസ് പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2:27. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇനിയും അതിന്റെ 31-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടി കണ്ടു പ്രസ്താവിച്ചു.
അവന്റെ പ്രാണനെ എന്ത് ചെയ്തില്ല? പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ കാരണമാകുന്നത് ഇത്രയും അടിയൊക്കെ ഏറ്റിട്ടും എനിക്ക് തികയാതിരിക്കുന്ന വീണ്ടും പ്രാണനെ കൊടുക്കുവാനുള്ളതായ തുരുക്കത്തോടെ പോകുന്നത്, ഞാൻ എത്ര വില കൊടുത്താലും എൻ്റെ യേശു വില കൊടുത്തതിൻ്റെ ഒരു ഭാഗം പോലും ആകയില്ല. ഞാൻ എൻ്റെ ശരീരം എത്ര ചുടുവാനേൽപ്പിച്ചാലും എത്ര മുറിച്ചാലും എൻ്റെ യേശു കൊടുത്ത വില ഒന്നും കൊടുക്കാൻ കഴിയുകയില്ല. പൗലോസ് വളരെ കഷ്ടപ്പെട്ടവനാണ്. എന്നാൽ ഇവരെല്ലാവരെക്കാളും കൂടുതലായി നമ്മുടെ ആത്മാവിനും പ്രാണനും വേണ്ടി അധോലോകത്തിൽ പോയി വെന്തുരുക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞു. എന്തോ ആ ദൈവകോപത്തിയെ ആ പാപം ചെയ്യുന്ന വ്യക്തി മരിച്ചേ മതിയാകുള്ളൂ. പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് ക്രൂശിൽ മാത്രം കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ കഷ്ടപ്പെട്ടു, ശരിയാണ്. എന്നാൽ അതിനേക്കാൾ സഹിക്കാൻ വയ്യാതെ വന്നത്, എനിക്ക് നിനക്ക് വേണ്ടി അവൻ പാപമാക്കപ്പെട്ടു. മരണത്തിനും പാതാളത്തിനും അവന്റെ മേൽ അവകാശമുണ്ടായി. അതോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ യേശുവിൻ്റെ പ്രാണനും ആത്മാവ് ആ ധനവാൻ കിടന്ന് വേകുന്ന ആ സ്ഥലത്ത് പോയി വെന്തല്ലോ എന്നോർക്കുമ്പോൾ, എൻ്റെ യേശുവേ, ഇതിനെ എത്ര സ്നേഹിച്ചാലും, നിനക്ക് വേണ്ടി എത്ര കഷ്ടം സഹിച്ചാലും അതൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇരുന്ന് പ്രസംഗിക്കുന്നത്? എൻ്റെ തലയ്ക്ക് ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകുമോ എന്നുള്ള ബാലൻസ് തെറ്റുന്നതായ അനുഭവം ധാരാളം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഞാൻ നടന്നു പോകുമ്പോഴും അങ്ങനെയുണ്ട്. ഞാൻ കുളിക്കുന്നത് തന്നെ ഇരുന്നു കൊണ്ടാണ്. എനിക്ക് നിൽക്കുമ്പോൾ ഞാൻ കീഴ് വീഴുമോ എന്ന് എനിക്ക് തോന്നിപ്പോകും. കാരണം തലയ്ക്ക് ഒത്തിരി ഒരുപാട് പ്രാവശ്യം തലയ്ക്കാണ് അടി കൊണ്ടിട്ടുള്ളത്. എൻ്റെ പ്രിയ മകനും ഇവിടെ ഇരിക്കുന്നു. അവനും 3-4 പ്രാവശ്യം ഉപദ്രവങ്ങൾ കൊള്ളുവാനിടയായി. മീററ്റിൽ ഉപദ്രവങ്ങൾ സഹിച്ചു. അത് തീർന്നു. ഞങ്ങൾ വിചാരിച്ചു അവൻ്റെ കഥ തീർന്നു എന്ന്. എന്നാൽ ദൈവകൃപയാൽ ഇന്നും അവൻ ജീവനോടിരിക്കുന്നു. ഇപ്പം കോളർ കഴുത്തിൻ്റെ കോളർ ഇട്ടുകൊണ്ടല്ല, എന്നാൽ സാധാരണ അതിട്ടുകൊണ്ടാണ് നടക്കുന്നത്. കാരണം തല അനങ്ങാനൊക്കുകയില്ല. അത്രമാത്രം അടികളേൽപ്പാനിടയായി. സ്തോത്രം. അതെല്ലാം ഭാഗ്യമായി കരുതുന്നു. എന്നാൽ ഈ ശരീരത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ ആത്മാവും, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ആത്മാവും പ്രാണനും ആ തനികനായ മനുഷ്യൻ കിടന്ന് വെന്തുരുകിയതുപോലെ എൻ്റെ കർത്താവ് അല്പസമയം ആ തീക്കുള്ളിൽ വെന്തുരുകിയല്ലോ, എൻ്റെ പ്രാണനെയും ആത്മാവിനെ പിടിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ്റെ ശരീരം പുതിയ സൃഷ്ടിയാകുന്നു, അവൻ്റെ ആത്മാവ് പുതിയ സൃഷ്ടിയാകുന്നു, അവൻ്റെ പ്രാണൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അപ്പോൾ ഞാൻ സാത്താനോട് പറയുന്നത്, സാത്താനെ, പാപത്തിൻ്റെ ആരംഭം വന്നത് ആത്മാവിലും പ്രാണനിലുമാണ്. അതിൻ്റെയും വില എൻ്റെ കർത്താവ് കൊടുത്തു. നിനക്കിനി എൻ്റെ മേൽ അല്പം പോലും അവകാശമില്ല. ഞാൻ പൂർണ്ണമായും എൻ്റെ ക്രിസ്തുവിൻ്റേതാണ്. സകല ശാപവും മാറി, സകല പാപവും മാറി. പ്രിയമുള്ള ദൈവജനമേ, ആദിമ നൂറ്റാണ്ടിലുള്ള വിശുദ്ധന്മാര് ഇതാഴമായി അറിഞ്ഞിരുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചത് മാത്രമല്ല, അവൻ്റെ ആത്മാവും പ്രാണനും അധോലോകത്തിൽ ഇറങ്ങി. ഹല്ലേലൂയ. ഒരു പാപി എന്ന പോലെ അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ വേദന സഹിച്ചുകൊണ്ട് ഒരു പാപി എന്ന പോലെ തന്നെ അടിക്കുമ്പോൾ താൻ കരഞ്ഞില്ല. അറുക്കുന്നവരെ ആടുകളുടെ മുൻപാകെ അവൻ മിണ്ടാതെ നിന്നതേയുള്ളൂ. തന്റെ മുഖത്ത് തുപ്പുമ്പോഴും അവൻ കരഞ്ഞില്ല. തന്റെ പുറത്ത് അടിച്ച് ഉഴവുചാലുകളെ പോലെ കീറുമ്പോഴും അവൻ കരഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ, അധോലോകത്തിൽ, ആ തീപ്പൊയ്കയിൽ, ആ യാതനാ സ്ഥലത്ത്,
ഹല്ലേലൂയ. അവന്റെ ആത്മാവും പ്രാണനും വെന്തുരുകുമ്പോൾ അവൻ കരഞ്ഞുപോയി. അതാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. വീണ്ടും എബ്രായ ലേഖനം 5-ാം വായിച്ചാട്ട്, എബ്രായ ലേഖനം 5:7 ഒന്ന് വായിച്ചാട്ട് വീണ്ടും പൗലോസ് അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ആ കരച്ചിൽ ഗത്സമനാ വെച്ചിലല്ല. ഗത്സമനാ വെച്ച് അവന്റെ കരച്ചിലിന് മറുപടി ലഭിച്ചില്ല. ഗത്സമനാ വെച്ച് അവൻ കരഞ്ഞില്ല. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിന്റെ ക്രൂശീകരണം, അതിന്റെ ഓരോ രംഗം നോക്കിയാൽ എവിടെയെങ്കിലും യേശു കരഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാമോ? എങ്ങും യേശു കരഞ്ഞു. എന്നാൽ അധോലോകത്തിൽ തന്റെ ആത്മാവും പ്രാണനും വഴിച്ചിഴക്കപ്പെട്ടു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അധോലോകത്തിന്റെ കയറുകൾ എന്നെ ചുറ്റി, മരണത്തിന്റെ പാശങ്ങൾ എന്നെ വലിച്ചു. ഹല്ലേലൂയ. പ്രിയ സഹോദരന്മാരെ, ദൈവദാസന്മാരെ, കർത്താവ് കൊടുത്ത വില നിങ്ങളൊന്ന് ഓർക്കണം. അത് മനസ്സിലായി കഴിയുമ്പോൾ നാം ഈ ശരീരത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. എനിക്ക് എൻ്റെ യേശുവിന്റെ കഷ്ടതയുടെ ഒരു ഭാഗം പോലും തിരിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. അത്രമാത്രം എൻ്റെ യേശു ആ തീപ്പൊയ്കയിൽ പോയി വെന്തുരുകി. അതുകൊണ്ട് നമുക്കിനി തീപ്പൊയ്യിൽ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സാത്താനോട്, സാത്താനെ, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കൊടുത്ത വില എന്തെന്ന് നിനക്കറിയാമോ? നിനക്കെൻ്റെ മേലൊരവകാശവുമില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് കൊടുത്ത വില ഇത്രമാത്രം കൊടുത്തതിനാൽ നിനക്കെൻ്റെ ആത്മാവിന്മേലോ എൻ്റെ പ്രാണന്മേലോ എൻ്റെ ശരീരത്തിന്മേലോ ഒരവകാശവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ലോകം മുഴുവനും പ്രസംഗിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും രക്ഷിക്കപ്പെടുവാൻ ഒരു നാമമല്ലാതെ വേറൊരു നാമവുമില്ല, യേശു എന്ന നാമം മാത്രം. അനേക ഗുരുക്കന്മാർ രക്തസാക്ഷികളായിട്ടുണ്ട്. അനേക വലിയ വലിയ സിദ്ധന്മാർ രക്തസാക്ഷികളായിട്ടുണ്ട്. അവരുടെ ശരീരങ്ങളെ യാഗമായി കൊടുത്തിട്ടുണ്ട്, തീയരിച്ച് കൊന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും പ്രാണൻ അധോലോകത്തിൽ പോയി വെന്തുരുകിയിട്ട് വന്നിട്ടില്ല. നമ്മുടെ കർത്താവ് വരുവാനിടയായതെന്ത്? പ്രത്യേക ശരീരത്തിൽ അവന് ഒരു പാപവും ഇല്ലാതിരുന്നു. അവന് അല്പമെങ്കിലും പാപം ഉണ്ടായിരുന്നെങ്കിൽ അവന് വലിയൊരുവാൻ കഴിയുകയില്ലായിരുന്നു. അവന് അല്പം പോലും, ഒരു തലമുടിനാരിന് പോലും പാപമില്ലാതിരുന്നതിനാൽ അവനെ വിടുവിച്ചു. ആ പ്രത്യേക ശരീരം ദൈവം അവന് കൊടുത്തു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. ആകയാൽ നാം ഈ സ്നേഹം അറിഞ്ഞിട്ട് ഇനി തണുത്തവരായി ക്രിസ്ത്യജീവിതം നയിക്കരുത്. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചത് മാത്രമല്ല, അവന്റെ പ്രാണൻ അധോലോകത്തിലേക്കും മരണവേദന സഹിച്ച്, കഷ്ടത സഹിച്ച് അവൻ കരഞ്ഞു, ഉറച്ച നിലവിളിയോടെ കരഞ്ഞു. അതാണ് സങ്കീർത്തനക്കാരനും പറയുന്നത്. 18-ാം സങ്കീർത്തനത്തിൽ ഒന്നുകൂടെ വായിച്ചാട്ട്. ഒരുപാട് സങ്കീർത്തന ഭാഗങ്ങളുണ്ട്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. 116:3 വായിച്ചാട്ട്. സങ്കീർത്തനം 116:3 വായിച്ചാട്ട്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. പ്രിയ ദൈവജനമേ, വടക്കഞ്ചേരിയിൽ ഈ പ്രദേശങ്ങളുള്ള ദൈവദാസന്മാരെ, ദൈവജനമേ, നമ്മുടെ കയ്യിലൊരു സുവിശേഷം എത്തിയിട്ടുണ്ട്. അത് പൂർണ്ണ സുവിശേഷമാണ്. മനുഷ്യനെ പൂർണ്ണമായി വിടുവിക്കുന്ന സുവിശേഷമാണ്. ആ സുവിശേഷം പറയുവാൻ നാം എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അല്പം പോലും ലജ്ജിക്കാതെ ആ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.
ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങളുണ്ടെങ്കിലും നാളെ രാവിലത്തെ ക്ലാസ്സിൽ നിങ്ങൾ വരിക, എത്ര ചോദ്യങ്ങളും ചോദിക്കുക. എത്ര ചോദ്യങ്ങൾ ഇങ്ങനെയുള്ളല്ലേ നിങ്ങൾ തർക്കിക്കാനല്ല, എത്ര ചോദ്യങ്ങൾ ഇതിൻ്റെ മേൽ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കുവാൻ പൂർണ്ണ സാവകാശമുണ്ട്. നാളെ രാവിലെ ആർക്കെങ്കിലും വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ വൈകിട്ടാണ് വരുന്നെങ്കിൽ വൈകിട്ടും ചോദിക്കാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, അവൻ തന്നെത്താൻ നമ്മൾക്ക് വേണ്ടി ഒഴിച്ച് ഇത്രത്തോളം ഏൽപ്പിച്ചപ്പോൾ അവൻ്റെ സ്നേഹം എത്ര വലിയതാണ്. തന്നെത്താൻ നമ്മൾക്ക് വേണ്ടി ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രിസ്തുവായി തീർന്നെങ്കിൽ നമുക്ക് അവൻ്റെ സന്നിധി അല്പനേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണല്ലോ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്നുള്ള പാട്ട് പാടി ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് അല്പനേരം നമ്മളെ തന്നെ, പഴയ പാട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. നമ്മളിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾ, എന്ത് ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടെങ്കിലും നാളെ രാവിലെയും വൈകിട്ടും, നിങ്ങൾ രാവിലെ വരുന്നവർക്ക് രാവിലെ ചോദിക്കാം, വൈകിട്ട് വരുന്നവർക്ക് വൈകിട്ട് ചോദിക്കാം. ഞാൻ വചനത്തിൽ കൂടെ നിങ്ങൾക്കതിന് ഉത്തരം തരാം. എന്നാൽ നമുക്കിപ്പോൾ നമ്മുടെ കർത്താവ് ഇറങ്ങിപ്പോയതായ ആ തീച്ചൂളയിലെ ഒന്ന് നിങ്ങൾ ആത്മാവിൽ കാണുക. ആ തീച്ചൂളയിൽ കൂടെ, ആ ക്രൂശിലല്ല ദൈവകോപത്തിയിലോ വെന്തിരിയുന്നത് ഇന്ന് രാത്രി കാലം ഒന്ന് കാണുക. അവന് തുല്യനായി ഒരുത്തരുമില്ല, മറ്റൊരുത്തരിന് രക്ഷയില്ല. ഞാൻ ഇരവിപേരൂരിലെ യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു, അടികൊണ്ടു. അതിനുശേഷം ഞാൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ജയിലിലേക്ക് വിടുന്നു, സെൻട്രൽ ജയിലിൽ വിടുന്നതിന് മുൻപ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ 4 ദിവസം കിടന്നിരുന്നു. 4 ദിവസം കിടന്നപ്പോൾ ചില കർത്താവിൻ്റെ ദാസന്മാർ വന്ന് പറഞ്ഞു, യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് പറഞ്ഞതങ്ങ് മാറ്റിയിട്ട് യേശുക്രിസ്തു ദൈവം എന്ന് പറഞ്ഞാൽ പറയാം. ഞാൻ പറഞ്ഞു, ശബരിമല അയ്യപ്പൻ ദൈവമല്ല, വേളാങ്കണ്ണി മാതാവ് ദൈവമല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇരവിപേരൂടെ ചടിയൊക്കെ ഉണ്ടായത്. ഒടുവിൽ എന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ 4 ദിവസം കിടന്നു. അന്നേരം ഒരുപാട് കർത്താവിൻ്റെ ദാസന്മാർ വന്ന് പറഞ്ഞു, ഒരുപാട് പേര് വന്ന് പറഞ്ഞു, ഞാൻ യേശുക്രിസ്തു ദൈവം ആണ്, യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് പറയരുത്, അതങ്ങ് മാറ്റരുതോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അതിന് അവർ പറഞ്ഞു 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ ഒരു സാരമില്ല, ഞാനതിനുവേണ്ടി ഒരുക്കമാണ്. 7 വർഷം കൂടി പത്തനംതിട്ട സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. എന്നാൽ ഞാൻ ആ ജയിലിൽ നിന്ന് വിടുവിച്ചപ്പോൾ പെന്തക്കോസുകാരെല്ലാം IPCയിലെ ഞങ്ങളിപ്പോഴും IPC നോർത്ത് വെസ്റ്റ് റീജിയനാണ് ഞങ്ങളെന്നാൽ ഇവിടെ യോഗങ്ങൾക്കൊന്നും വരുന്നില്ലെങ്കിലും ഞങ്ങൾ അതിന് വരാത്തതിന് ചില കാരണങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെയെല്ലാം ഞങ്ങളുടെ സഭകളെല്ലാം അങ്ങനെ തന്നെ അവിടെ പോകുന്നു. അതുകൂടാതെ എന്നാൽ ഞങ്ങൾ IPC ഒരു സ്പിരിറ്റില്ല, ഞങ്ങൾ കർത്താവിൻ്റെ ദൈവസഭ, ദൈവത്തിൻ്റെ സഭ എന്നുള്ള രീതിയിലാണ്. നേപ്പാളിലെ സഭകളും അങ്ങനെയാണ്. ഞങ്ങളങ്ങനെ മുൻപോട്ട് പോകുന്നു. എന്നാൽ എന്നെ ജയിലിൽ നിന്ന് 2.5 വർഷം കോടതി കേസ് നടന്നുകൊണ്ടിരുന്നു. 2.5 വർഷം അവർ പറഞ്ഞു, വക്കീല പറഞ്ഞു അവർ പറഞ്ഞു സെക്ഷൻ 153 അനുസരിച്ച് 7 വർഷം കഠിന തടവായിരിക്കും. ഞാൻ പറഞ്ഞത് എടുക്കാൻ ആണ്. അതിനെനിക്ക് ധൈര്യം തന്നത് എന്താണ്? എൻ്റെ കർത്താവിൻ്റെ ആത്മാവും പ്രാണനും അതോ ലോകത്തിലിറങ്ങി ബന്ധുപിരിഞ്ഞെങ്കിൽ ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് സഹിപ്പാനിടയായി. ഒടുവിൽ എനിക്ക് അവിടുന്ന് വിടുതലുണ്ടായത്. ഞാൻ അതോടെ അല്പനേരം പറയട്ടെ, പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു പ്രാവശ്യം 2.5 വർഷം കേസ് നടന്നുകൊണ്ടിരുന്നു. ഞാൻ തന്നെയാണ് വാദിച്ച ഒരു ചെറിയാച്ചൻ സഹോദരൻ, ഒരു ചെറിയാച്ചൻ എന്ന് പറഞ്ഞ വക്കീലായിരുന്നു. കടലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വാദം ഞാൻ തന്നെ ചെയ്തോളാം, വക്കീൽ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, കാരണം ഈ പേപ്പറിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വാദം അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ 7 വർഷം തീർച്ചയാണ്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ സഹിക്കാൻ ഒരുക്കമാണ്. അല്ലെങ്കിൽ പാസ്റ്റർ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റണം. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്ന പരിപാടിയില്ല, യേശുക്രിസ്തു മാത്രം ദൈവം, മറ്റാരും ദൈവമില്ല എന്ന് തീർത്ത് തന്നെ അവസാനം വരെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഞാൻ 2.5 വർഷമായി ഒരു പ്രാവശ്യം ജമ്മു എന്ന് വന്ന് ഞാൻ വളരെ ക്ഷീണിച്ച് റിസർവേഷനൊന്നും ഇല്ലാതെ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് തിരുവല്ലയിൽ വന്ന കോടതിയുടെ സ്റ്റെപ്പിലിരിക്കുമ്പോൾ 11 യുവാക്കന്മാർ വന്ന് എന്നോട് ചോദിച്ചു, ഉപദേശി നിങ്ങളെ അടിച്ചത് ആരാണോ എന്ന് നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഞങ്ങളാ നിങ്ങളെ അടിച്ചത്. എന്നിട്ട് ഞങ്ങളുടെ പേരെന്താ കോടതിയിൽ പറയാഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളെൻ്റെ സഹോദരന്മാരാ, നിങ്ങൾ അറിയാഞ്ഞത് പറഞ്ഞാണ്. ഞാൻ കോടതിയിൽ എന്നോട് ചോദിച്ചപ്പോഴെല്ലാം ഞാൻ അവരുടെ പേര് പറയത്തില്ല, അവരെൻ്റെ സഹോദരന്മാരാണ്, അവരറിയാതെ എന്നെ അടിച്ചതാണെന്നാണ് പറഞ്ഞത്.
എന്താ പറയാൻ കാരണം? ദൈവത്തിൻ്റെ സ്നേഹത്താൽ. ഒടുവിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഇവിടെ തിരുവല്ലായിൽ അവരുടെ RSS ഓഫീസിൽ എന്നെ കൊണ്ടുപോയി. അവിടെ അടുത്ത് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ അവരുടെ വക്കീലോട് ഇരിപ്പുണ്ട്. ആ വക്കീൽ പറഞ്ഞു, എന്തുകൊണ്ടാ ഉപദേശി നിങ്ങൾ ഈ കേസ് ഞങ്ങൾക്ക് വേണ്ടി കൊടുക്കാഞ്ഞത്? നിങ്ങളെ അടിച്ചതിൻ്റെ ശേഷം ഞങ്ങളുടെ 4 പേര് ബാൻഡേജൊക്കെ കെട്ടി, തലയിലും കയ്യിലും ഒക്കെ ബാൻഡേജൊക്കെ കെട്ടി 4 ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്നു. കാരണം നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചു എന്ന് കാണിക്കാനായിട്ട്. നിങ്ങൾ കേസൊന്നും കൊടുക്കാഞ്ഞുകൊണ്ട് ഞങ്ങൾ ബാൻഡേജെല്ലാം അഴിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് കൊടുക്കാൻ? ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ ആണ്. ആ RSSകാർ പറഞ്ഞത്, ആ RSS വക്കീലും അവരുടെ പ്രസിഡന്റ് പറഞ്ഞത്, നിങ്ങൾ ദൈവപുരുഷനാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആരാ പറഞ്ഞ്? RSSകാർ. ഒടുവിൽ അവർ പറഞ്ഞു, ഉപദേശി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെല്ലാം എഴുന്നേറ്റ് നിന്നു. RSS ഓഫീസിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി തിരുവല്ലായി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ പ്രിയ സഹോദരങ്ങളുടെ തെറ്റ് അവരോട് ക്ഷമിക്കണം എന്ന്. അതിനുശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ അഡ്വാണിയും മറ്റവരോടെല്ലാം പറഞ്ഞിട്ട് കേസ് പിൻവലിക്കാൻ പോകണം. പിന്നെ അപ്പം ഞാൻ കോടതിയിൽ നിന്ന് എനിക്ക് ഫിലിപ്പീൻസിൽ പോകാൻ അവസരം ലഭിച്ചു. ഞാൻ ഫിലിപ്പീൻസിൽ പോയി. അതിൻ്റെ പിറ്റേ തീയതി സമയത്ത് അവരെല്ലാം, ഞാനത് മനിലായിലാണ്, അവരെല്ലാം കൂടെ കോടതിയിൽ ചെന്നു. കേസിൽ ഞാൻ മനിലായിൽ നിന്ന് ചെറിയാച്ചൻ വക്കീലിനോട് വിളിച്ചു ചോദിച്ചു, എന്താ കോടതി തന്നെ? വക്കീൽ പറഞ്ഞു, ചെറിയാച്ചൻ പറഞ്ഞു, തിരുവല്ലക്കാരൻ, ഞാൻ ദൈവത്തിൽ, യാക്കോബക്കാരനാണ്, ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നവനല്ല. എന്നാൽ ഇന്ന് കോടതിയിൽ നടന്നത് എന്നെ ആകെ കുലുക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ്? അവരെല്ലാവരും കൂടെ വന്ന് പറഞ്ഞു, ആ ദൈവപുരുഷന്റെ നേരെ ഞങ്ങൾക്ക് യാതൊരു കേസുമില്ല, ഞങ്ങൾ പിൻവലിക്കുന്നു. ആരാ പറഞ്ഞത്? RSSകാർ, എനിക്കെതിരെ കേസ് കൊടുത്ത RSSകാർ. അത് പറയുവാൻ എന്താ കാരണം? ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ കർത്താവ് എനിക്കൊരവസരം തന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാനതിൽ ഏതോ വലിയ കാര്യം ചെയ്തെന്നല്ല. എൻ്റെ കർത്താവ് എന്തുമാത്രം കഷ്ടപ്പെട്ടു. ശരീരത്തിൽ മാത്രമല്ല, ആത്മാവിലും പ്രാണനിലും വെന്തുരുകിയതോർക്കുമ്പോൾ ഇനി എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് തൃപ്തിയല്ല. കഷ്ണം കഷ്ണമായി മുറിച്ചാലും തൃപ്തിയല്ല. കർത്താവേ, എത്ര കഷ്ടപ്പെട്ടാലും നീ സഹിച്ചതിൻ്റെ ഒരംശം പോലും ആയില്ലല്ലോ. പാപമില്ലാത്തവൻ ഉറക്കം നിലവിളിച്ചെങ്കിൽ. ഹല്ലേലൂയ. ഒരിക്കൽ പോലും പൗലോസ് പറയുന്നത് ഉറച്ച നിലവിളിയോടും അഭിയാചനയോടും. ഹല്ലേലൂയ. പൗലോസ് ഇത് അറിഞ്ഞതുകൊണ്ടാണ് തൻ്റെ പ്രാണനെ താൻ വിലയേറിയതായി എണ്ണാതെ യേശുവിന് പിന്നാലെ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ കണ്ണ് ആ യാതനാ സ്ഥലത്ത് കിടന്ന് വേദന അനുഭവിക്കുന്ന യേശുവിനെ ഒന്ന് കാണുമോ? ക്രൂശിൽ കിടക്കുന്നവൻ മാത്രമല്ല, ആ യാതനാ സ്ഥലത്ത്